നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കഴുതയുടെ കഥയാണ്. നമ്മളെല്ലാവരും ജോലി ചെയ്യാറുണ്ട് അല്ലേ? പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്തോ ചെയ്തു പോകുന്നു, എന്തിനോ വേണ്ടി ചെയ്തു പോകുന്നു. നമുക്ക് ആദ്യം കഥയിലേക്ക് പോകാം. കഥയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മറക്കാതെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു കഴുതയുടെയാണ്. പണ്ട് ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അയാളൊരു കഴുതയെ വളർത്തിയിരുന്നു. നമ്മുടെ അലക്കുകാരൻ എന്നും രാവിലെ കഴുതയുടെ പുറത്ത് തുണികളെല്ലാം വെച്ച് അലക്കുവാൻ പുഴയിലേക്ക് പോകും. വൈകിട്ടാകുമ്പോൾ ഈ തുണികളെല്ലാം അലക്കി കഴുതപ്പുറത്ത് തന്നെ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ അയാൾ തൻ്റെ കഴുതയെ കെട്ടഴിച്ച് സ്വതന്ത്രമായി വിടും. ഈ സമയം കഴുത വയലുകളിലും പറമ്പുകളിലും പോയി തനിക്ക് മതിയാവോളം പച്ചപ്പുല്ലും കായ്കനികളും കഴിക്കും. അതിനുശേഷം പുലരുന്നതിന് മുൻപ് തന്നെ തൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തിരുന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കഴുത ഇങ്ങനെ രാത്രി ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഒരു ദിവസം ഒരു പശുവിനെ കാണാനിടയായി. പെട്ടെന്ന് തന്നെ അവർ നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ചായി രാത്രിയിലുള്ള കറക്കം. ഈ പശുവും ഇതേമാതിരി തന്നെയാണ്. അതിൻ്റെ യജമാനൻ കയറൂരി വിടും. അത് രാത്രിയും എല്ലായിടത്തും പോയി ഭക്ഷണം എല്ലാം കഴിച്ച് രാവിലെ ആകുമ്പോൾ അതിൻ്റെ പാല് കറക്കാനുള്ള സമയമാകുമ്പോൾ തിരിച്ച് യജമാൻ്റെ അടുത്തെത്തും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പശു പറഞ്ഞു, സുഹൃത്തെ, കുറച്ചകലെ നല്ലൊരു കരിമ്പിൻ്റെ തോട്ടമുണ്ട്. അവിടെ പോയാൽ നമുക്ക് നല്ല മധുരമുള്ള കരിമ്പ് കഴിക്കാൻ പറ്റും. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? അവിടെ നിന്ന് നമുക്ക് മതിയാവോളം കരിമ്പെല്ലാം കഴിച്ചതിന് ശേഷം മടങ്ങി വരാം. നമ്മുടെ കഴുതയും സമ്മതിച്ചു. അങ്ങനെ അവർ അന്ന് രാത്രി കരിമ്പിൻ പാടത്തേക്ക് പുറപ്പെട്ടു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. കരിമ്പിൻ തോട്ടത്തിൽ ഇവർ രണ്ടുപേരും പ്രവേശിച്ചു. നല്ല സ്വാദിഷ്ടമായുള്ള കരിമ്പ് രണ്ടുപേരും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വയറെല്ലാം ഏകദേശം നിറഞ്ഞപ്പോൾ നമ്മുടെ കഴുതയ്ക്കൊരു ആഗ്രഹം തോന്നി. അവൻ നമ്മുടെ പശുവിനോട് പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് ഈ പൂർണ്ണ ചന്ദ്രനിലുള്ള തെളിഞ്ഞ ആകാശവും നല്ല താളത്തിലുള്ള ഈ കരിമ്പിൻ തോട്ടത്തിലുള്ള കരിമ്പുകളുടെ ആട്ടവും കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. എനിക്കൊരു പാട്ട് പാടാൻ തോന്നുകയാണ്. നമ്മുടെ കഴുതയുടെ ആഗ്രഹം കേട്ടപ്പോൾ പശു ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, സുഹൃത്തേ, നിൻ്റെ ആഗ്രഹമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പാടുകയാണെങ്കിൽ തോട്ടക്കാരറിയും. അവർ ഓടി വരും. അവർ നമ്മളെ ഉപദ്രവിക്കും. അത് നമുക്ക് അപകടമാണ്. എന്നാൽ പശു എന്ത് പറഞ്ഞിട്ടും നമ്മുടെ കഴുത ചെവിക്കൊണ്ടില്ല. അവൻ പറഞ്ഞു, എനിക്ക് പാടിയേ മതിയാവൂ. നിനക്കെന്തറിയാം? നിനക്ക് വെറുതെ ബേ എന്ന് കരയാനേ അറിയുള്ളൂ. പാട്ട് പാടണം. പാട്ട് പാടാൻ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം വേണം. അത് ആസ്വദിച്ച് പാടണം. അതിനെക്കുറിച്ചൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേട്ടപ്പോൾ നമ്മുടെ പശുവിന് മനസ്സിലായി, ഇവനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ പശു പറഞ്ഞു, സുഹൃത്തെ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിൻ്റെ അടുത്തിരുന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് ദൂരെ മാറി നിൽക്കാം. അപ്പോൾ കുറച്ച് ദൂരെ മാറി നിന്നിരിക്കുമ്പോൾ നീ ഇവിടുന്ന് പാടുമ്പോൾ അതെനിക്ക് ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ കഴുത പറഞ്ഞു, ശരിയാണ്, പാട്ടെല്ലാം ആസ്വദിക്കണമെങ്കിൽ അത് ഒറ്റയ്ക്ക് തന്നെ വേണം. അപ്പോൾ നമ്മുടെ പശു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പാടിക്കോ, പക്ഷെ ഞാൻ കുറച്ച് ദൂരെ പോയി മാറി നിന്നതിന് ശേഷം നീ പാടാൻ തുടങ്ങിയാൽ മതി. പാവം നമ്മുടെ കഴുത പറഞ്ഞു, ശരി ഓക്കെ. അങ്ങനെ നമ്മുടെ പശു എന്ത് ചെയ്തു? മെല്ലെ ഈ കരിമ്പിൻ പാടത്തിൻ്റെ പുറത്ത് കടന്ന് കുറച്ച് ദൂരെ മാറി നിന്നു. കഴുത തൻ്റെ സർവ്വശക്തിയും എടുത്ത് പാടാൻ തുടങ്ങി. കഴുതയുടെ പാട്ട് കേട്ടതും നമ്മുടെ പശു പറഞ്ഞതുപോലെ തന്നെ കൃഷിക്കാർ ഉണർന്നു. അവർ പറഞ്ഞു, ഈ രാത്രിയിൽ ആരാണ് ഇങ്ങനെ ഒച്ചയിടുന്നത്? ഇങ്ങനെ അലറുന്നത് ആരാണ് എന്ന് പറഞ്ഞ് അവർ നേരെ കരിമ്പിൻ തോട്ടത്തിലേക്ക് വന്നു. അവർ ഞെട്ടിപ്പോയി. കരിമ്പിൻ തോട്ടമെല്ലാം നശിപ്പിച്ചിരിക്കുന്നു.
അവിടെ ഒരു കഴുതയിരുന്ന് ഉറക്കെ അലർന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കർഷകർ എന്തു ചെയ്തു? വടിയെടുത്തും കല്ലെടുത്തും വടിയെടുത്തും കഴുതയെ ആക്രമിച്ചു. കുറേ അടിയും വേരും കൊണ്ട് എങ്ങനെയോ ജീവൻ കൊണ്ട് കഴുത ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയം നമ്മുടെ പശു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊന്നും മിണ്ടാതെ നേരെ വീട്ടിലേക്ക് പോയി. അവൻ സ്വയം പറഞ്ഞു, നല്ല മനോഹരമായി തന്നെയാണ് കഴുത പാടിയത്. ആ ആ പാട്ടിനുള്ള സമ്മാനവും അവന് കിട്ടി. ഇത് പറഞ്ഞ് നമ്മുടെ പശുവും അവിടെ നിന്ന് പോയി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാളെ കാണുമ്പോൾ, ഓ, ഇവനോട് ഒരു തമാശ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മരണ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് ഉറക്കെ ചിരിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് തന്നെയല്ലേ നമ്മുടെ കഴുതയും ചെയ്തത്. സന്ദർഭവും സമയവും നോക്കാതെയുള്ള എല്ലാ പ്രവൃത്തികൾക്കും വിപരീത ഫലമാണ് കിട്ടുക. നമ്മൾ എന്തു ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിക്കണം. എന്തു പറയുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആരെങ്കിലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് മറുപടി പറയുകയല്ല. ഒന്ന് ചിന്തിച്ച്, ഒന്ന് സ്വയം ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട്, ഞാൻ ഈ പറയുന്നത് എങ്ങനെയാകും അതിനുള്ള ഫലമെന്ന് ഉള്ളിലൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമെടുത്ത് വേണം എപ്പോഴും നമ്മൾ പ്രവർത്തിക്കാൻ. കൂട്ടുകാരെ, നിങ്ങൾക്ക് നല്ലൊരു ശുഭദിനം. നിങ്ങൾ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.